പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ എന്തൊക്കെ നിയോഗം വെച്ചിട്ടാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ബലിയർപ്പിച്ചിട്ടുള്ളത്, ആ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ഉൽപ്പത്തി പുസ്തകത്തിലെ 8:21 വാക്യത്തിൻ്റെ ബി വാക്യമാണ്. അവിടെ വചനം പറയാണ്, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല, എന്തെന്നാൽ തുടക്കം മുതൽ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അതായത് നമ്മളുടെ അവസ്ഥ, നമ്മുടെ അന്തരംഗം എന്താണ് എന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് നോഹ് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. നോഹ് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറയാണ്, ഞാൻ ഇനി മനുഷ്യനെ ശപിക്കില്ല, കാരണം അവർക്ക് എപ്പോഴും തിന്മയിലേക്ക് ഒരു ചായ്വ് അവർക്കുണ്ട് എന്ന് എനിക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധി അനേകരെ എനിക്കറിയാം. അതായത് പലരുടെ ജീവിതത്തിൽ അവർ വിശുദ്ധി പ്രാപിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുവെങ്കിലും ശരിക്കും പാതി വഴിയിൽ വെച്ചൊക്കെ തളർന്ന് വിശുദ്ധ ജീവിതം ഉപേക്ഷിക്കാനുള്ള ആഗ്രഹവും സന്നദ്ധയും ഒക്കെ പരസ്യമായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അനേകരച്ഛനറിയാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റാവുന്ന ഒരു കൃപയല്ല വിശുദ്ധി. ഒരു വ്യക്തി യേശുക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു കൃപയെ പറയുന്ന പേരാണ് വിശുദ്ധി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ ബലി അർപ്പിച്ച പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, വിശുദ്ധമായ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാകുവാൻ, വിശുദ്ധമായ ഒരു മനോഭാവത്തിൽ വളരുവാൻ, അതിനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദൈവവചനം ഈ മക്കൾക്ക് ഇത് പാഥേയമായി തീരട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.